الحمد لله الرحيم الرحمن جعل الأب أوسط أبواب الجنان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن تبع هديه من بعده أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ്. എൻ്റെയും നിങ്ങളുടെയുമൊക്കെ വികാരമായിരുന്നു ആ മനുഷ്യൻ. കരുണ വറ്റാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ആ മനുഷ്യൻ. നമ്മുടെ ഉള്ളിൽ മഹോന്നതമായ ഒരു സ്ഥാനം ആ മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട്. എന്നും വറ്റാത്ത ഉറവയായി അദ്ദേഹം ഒഴുകി. ഒരു നല്ല പുഴ ഒഴുകുന്നത് പോലെ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. അത് മറ്റാരുമല്ല, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണമായ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്. ഒരു ചിത്രം ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. അത്രയൊന്നും സുന്ദരമല്ലാത്ത ഒരു ചിത്രം, നമ്മളെപ്പോലെ ജീവിതത്തിലെ സന്തോഷങ്ങളോ സൗഭാഗ്യങ്ങളോ വേണ്ട വിധം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം, ഒരു പരുപരുത്ത മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു, വവാലിദിൻ വമാ വലദ്. വവാലിദിൻ, പിതാവാണ് സത്യം, ഉപ്പയാണ് സത്യം. വമാ വലദ്, അവൻ ജനിപ്പിച്ച മകനാണ് സത്യം. സഹോദരങ്ങളെ, ഈ ഉപ്പ എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ നെടുംതൂണാണ്, കുടുംബത്തിൻ്റെ താങ്ങും തണലുമാണ്. കുടുംബത്തെ പോറ്റാനുള്ള ഭാരിച്ച ബാധ്യത ഏറ്റെടുത്തവനാണ്. എപ്പോഴും ഈ ഉപ്പയുടെ മനസ്സും ഹൃദയവുമൊക്കെ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. അവരെ സംരക്ഷിക്കണം, അവരെ വളർത്തണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ചിന്ത. കുറേ പിതാക്കളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം എന്ന പിതാവിൻ്റെ ഉള്ളിൽ മകനെക്കുറിച്ചുള്ള മോഹം നമുക്കറിയാം. ആ മകനെ ഒരിക്കൽ കാണാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ദുഃഖത്തിൻ്റെ കടുപ്പം എത്രയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നുണ്ട് മറ്റു മക്കളോട്, ഇന്നി ലയഹ്സുനനി അൻ തദ്ഹബൂ ബി. നിങ്ങൾ അവനെ കൊണ്ടുപോകുമെന്നാണല്ലോ പറയുന്നത്, കളിക്കാൻ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. എന്നാലും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാക്കൂബ് അലൈഹിസ്സലാം എന്ന വലിയ പിതാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അഗാധമായ സ്നേഹം. ആ മകൻ ഒരു വേള നഷ്ടപ്പെട്ടപ്പോൾ ഖുർആൻ നമ്മളോട് പറഞ്ഞു ആ പിതാവിൻ്റെ അവസ്ഥ. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ ഫഹുവ കദീം. വല്ലാത്തൊരവസ്ഥയാണ് ഖുർആൻ പറഞ്ഞു തന്നത്. ദുഃഖം കാരണം ഇരു കണ്ണുകളും വെളുത്ത് വിളറി, ദുഃഖം ഉള്ളിലൊതുക്കി അദ്ദേഹം ജീവിച്ചു. ഫഹുവ കദീം എന്ന് പറഞ്ഞത് അതാണ് ഉപ്പ. ഉപ്പ എന്ന് പറഞ്ഞാൽ പകരം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിച്ചവനാണ്. ഒന്നും ഒരു വിലയും നൽകാതെ എല്ലാം നമുക്ക് നൽകിയവനാണ്. രാപ്പകലിടതടവില്ലാതെ
നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കഠിനമായ അധ്വാനവും ജോലിയും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മറപ്പടിയുടെ പുറത്ത് അദ്ദേഹം അനുഭവിച്ച ദുഃഖവും വേദനയും ഒക്കെ പുറത്ത് വെച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് മക്കളെ സമാധാനിപ്പിക്കാൻ, ഇണയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്: എൻ്റെ ഇണയുടെയും എൻ്റെ മക്കളുടെയും മുഖത്ത് സന്തോഷമുണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹം എല്ലാം മൂടി വെച്ചു, എല്ലാം മറച്ചു വെച്ചു. അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ജീവിച്ചതിനേക്കാൾ മനോഹരമായി മക്കളായ നമ്മളൊക്കെ ജീവിക്കണമെന്ന്. അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം നമുക്ക് കിട്ടണമെന്ന്, അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ നല്ല ജോലി നമുക്ക് കിട്ടണമെന്ന്. അതാണ് ഉത്തമം. അതെ, അദ്ദേഹത്തിൻ്റെ ശോഭനമായ യുവത്വം, വസന്തകാലം അദ്ദേഹം തീർത്തത് നമുക്ക് വേണ്ടിയായിരുന്നു. അതെ, മക്കൾക്ക് ശിക്ഷണം നൽകാൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവരെ കല്യാണം കഴിച്ചേക്കാം. പ്രവാസത്തിൽ നമുക്കൊരുപാട് ഉപ്പമാരെ അറിയാം. എല്ലാം അവർ ചെലവഴിച്ചത് അവരുടെ ചോരയും നീരും യുവത്വവും ഒക്കെ ചെലവഴിച്ചത് ഈ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം. നമ്മുടെ ഉപ്പ വേദനിച്ചിട്ടുണ്ട്, പക്ഷേ വേദനയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖവും വേദനയും അദ്ദേഹം ഉള്ളിലൊതുക്കി. കുടുംബത്തോട് ആരോടും ആവലാതി പറഞ്ഞില്ല. അത് കുടുംബത്തോടുള്ള കാരുണ്യം കൊണ്ട് ആവലാതി പറയാതിരുന്നതാണ്. അവരുടെ വികാരങ്ങൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം പറയാതിരുന്നത്. എനിക്കുറപ്പുണ്ട് അള്ളാഹു നമ്മുടെ ഉപ്പമാരുടെ ഹൃദയമറിയുമെന്ന്. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. അള്ളാഹു അവർക്ക് മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ, എത്ര രാത്രികളാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം ഉറക്കം ഒഴിച്ചത്. എത്ര സന്ദർഭങ്ങളാണ് നമ്മളറിയാതെ അദ്ദേഹം ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞത്. ചോദിക്കണം നാം ഒരു യതീമിനോട്, ഒരു ഉപ്പയുടെ മൂല്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ യതീമ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ചേർത്ത് പിടിക്കാൻ, തലോടാൻ, സംരക്ഷിക്കാൻ, മടിയിലിരുത്താൻ ഒരു പിതാവില്ലാത്ത വേദന. ഉപ്പയുടെ വിയോഗം തീർത്ത് മറ്റാർക്കും പരിഹരിക്കാനാവാത്ത ഒരു വിടവുണ്ട്. ഉപ്പയില്ലാത്ത വിടവ്, അതൊരു വല്ലാത്ത വിടവാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ അനുഗ്രഹത്തെ നമുക്ക് നിഷേധിക്കാനാവുക? ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്ത മക്കൾ, ആ ഉപ്പമാരുടെ ഹൃദയം അറിയാത്ത മക്കൾ, എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആകാൻ സാധിക്കുക? ഇപ്പം നമുക്ക് അവരിൽ ചില കുറവുകളൊക്കെ കാണാനുണ്ടല്ലേ? നമ്മുടെ ശബ്ദം പലപ്പോഴും അവരുടെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകുന്നുണ്ടല്ലേ? അവരെ കാണുമ്പോൾ നമ്മുടെ മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടല്ലേ? അവരെ കാണാതിരിക്കാൻ നമ്മൾ എസ്കേപ്പ് നടത്താറുണ്ടല്ലേ? അവരുടെ അഭിപ്രായം പലപ്പോഴും ആ അഭിപ്രായം പറഞ്ഞ് നമ്മൾ അവരെ പരിഹസിക്കാറുണ്ടല്ലേ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന്? റബ്ബിനെ ഇബാദത്ത് ചെയ്യണം എന്നെടുത്ത് ചേർത്ത് പറഞ്ഞ വാചകം വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിൻ്റെ നിയമം അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബി തങ്ങളുടെ വസിയ്യത്ത്? റിദർ റബ്ബി ഫീ റിദൽ വാലിദ് വസഖ്തുർ റബ്ബി ഫീ സഖ്തിൽ വാലിദ്. റബ്ബിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഉപ്പയെ തൃപ്തിപ്പെടുത്തലാണ്. റബ്ബിന്റെ കോപമെന്ന് പറയുന്നത് ഉപ്പയെ കോപിപ്പിക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം സഹോദരങ്ങളെ.
പ്രത്യക്ഷത്തിൽ പരുഷനാണ് തോന്നുമെങ്കിലും ഉപ്പയുടെ ഹൃദയം മൃദുലമാണ്. മറന്നുപോകരുത് നാം ഇത്. നമുക്കങ്ങനെ തോന്നും പ്രത്യക്ഷത്തിൽ. ഉപ്പ മൗനിയാണെങ്കിലും നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾക്ക് നമ്മുടെ വാക്കുകളും നോട്ടങ്ങളും മുറിവേൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മൗനമാകുന്നത് ആ മൗനം വാചാലമായതുകൊണ്ടാണ്. മകൻ ധിക്കാരിയാകുമ്പോൾ ശാരീരികമായ രോഗത്തെക്കാൾ ഉപ്പ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. രൂക്ഷമായ നിങ്ങളുടെ നോട്ടത്തിലും കുത്തിനോവിക്കുന്ന നിങ്ങളുടെ വാക്കിലും ഉപ്പയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. മക്കൾക്കിത് നിസ്സാരമാകാം, പക്ഷേ ഇത് ഉപ്പാക്ക് സാരമാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആണാപ്പൈ തീർത്ത് മറുപടി പറയാതെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അത് നോട്ടം കൊണ്ടായാലും സംസാരം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും. ഒരു ദിവസമുണ്ട്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ. ഒരു മനുഷ്യൻ പ്രവർത്തിച്ച നന്മയും തിന്മയും ഒക്കെ അവൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം. തബത്തു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഈ ദിവസത്തിൻ്റെയും എൻ്റെയും ഇടയ്ക്ക് വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം. അത്തരമൊരു ദുര്യോഗം നമുക്ക് വരാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഓരോ നോട്ടവും ചോദ്യം ചെയ്യപ്പെടും, ഓരോ വാക്കും ചോദ്യം ചെയ്യപ്പെടും. ഉപ്പയെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും. നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് വരും, അനുഗ്രഹം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആ ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ, ആ ഉപ്പാക്ക് നന്മ ചെയ്യാൻ തയ്യാറാവുക. അദ്ദേഹത്തെ എപ്പോഴും എപ്പോഴും അനുസരിക്കുക. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എപ്പോഴും എപ്പോഴും ചെവി കൊടുക്കുക. നിങ്ങൾ സഹോദരങ്ങൾ പരസ്പരം തർക്കിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ദുഃഖിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ വലിയ വലിയ കാര്യങ്ങളിലും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ തല നിങ്ങൾ ചുംബിക്കണം, അദ്ദേഹത്തിൻ്റെ കൈകൾ നിങ്ങൾ ചുംബിക്കണം. പരിഗണിക്കേണ്ട വിധം അദ്ദേഹത്തെ നിങ്ങൾ പരിഗണിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ, പിതാവ് കടന്നു വരുന്ന സന്ദർഭത്തിലുള്ള രംഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഇദാ ദഖല അലൈഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമത് ഇലൈഹി ഫഅഖദത് ബിയദിഹി ഫഖബ്ബലത്ഹു വഅജ്ലസത്ഹു ഫീ മജ്ലിസ്. എഴുന്നേറ്റ് ചെല്ലും, ഉപ്പാൻ്റെ കൈ പിടിക്കും, എന്നിട്ട് ഉപ്പയെ ചുംബിക്കും, എന്നിട്ട് താനിരുന്ന സ്ഥലത്ത് ഉപ്പയെ ഇരുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഉപ്പാക്ക് കുറച്ച് സമയം കൊടുക്കണം. ഉപ്പാക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം നൽകണം. ഒരിക്കലും സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ഉറവിടത്തിൻ്റെയും കാരണം ആ ഉപ്പയാണ്. ആ ഉപ്പയുടെ മുമ്പിൽ നാം പിശുക്കനാകരുത്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, അൻത വമാലുക ലിഅബീക. നീ മാത്രമല്ല, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പുകളാണ്. അൻത വമാലുക ലിഅബീക. എങ്ങനെ അല്ലാതിരിക്കും? ആ ഉപ്പയല്ലേ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ചെലവഴിച്ചത്? ആ ഉപ്പയല്ലേ നമുക്ക് വേണ്ടി വിയർപ്പൊലിപ്പിച്ചത്? ആ ഉപ്പയല്ലേ യുവത്വം നമുക്ക് വേണ്ടി ചെലവഴിച്ചത്? ആ ഉപ്പയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ചിന്തിച്ചു നോക്കൂ, ആ ഉപ്പയുടെ സ്ഥാനം ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് നന്മ ചെയ്യുന്നതിൽ നാം ധൃതി കാണിച്ചിട്ടുണ്ടോ? ഓർക്കണം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലുള്ള വാതിലാണ് ഉപ്പ. സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലുള്ള വാതിൽ. ആ വാതിൽ തുറന്ന് നിങ്ങൾക്ക് വിജയികളായി അതിലൂടെ കയറണമോ? അതല്ല, ആ വാതിൽ നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്ന ദുര്യോഗത്തിൻ്റെ ഉടമയായി മാറണോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഓർക്കണം, അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾക്ക് നന്ദി പറയുക. അദ്ദേഹം ഒറ്റക്കാകുമ്പോൾ കൂട്ടാവുക. അദ്ദേഹത്തിന് മുമ്പിൽ ശബ്ദം താഴ്ത്തുക. ലാ തുസമ്മിഹി ബിസ്മിഹി. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി നിങ്ങൾ
നിങ്ങൾ വിളിക്കരുത്. വലാ തംശി അമാമഹു, അദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, ഒരു സദസ്സിൽ അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇരിക്കരുത്. അലാ ഫബറു ആബാഅക്കും, അറിഞ്ഞുകൊള്ളുക, പിതാക്കളോട് നന്മ കാണിക്കണം. വഅദ്ഹിറൂ ലഹു ഹുബ്ബക്കും വതഖ്ദീറക്കും, നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നത് അദ്ദേഹത്തിനെ നാം ബോധ്യപ്പെടുത്തണം. അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല മക്കളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. പ്രിയപ്പെട്ട മക്കളെ, ഉപ്പക്കൊരു ഉപ്പ ഉണ്ടായിരുന്നു, വല്ലിപ്പ. വല്ലിപ്പ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപ്പയുടെ സ്ഥാനത്താണ്. മനുഷ്യന് ആയുസ് കൂടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവും. കടച്ചിലും വേദനയും എല്ലൊക്കെ ദുരുമ്പിപ്പോകും. പെട്ടെന്ന് ദേഷ്യം വരും. ആ സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ അനുകമ്പയുള്ള കരങ്ങൾ ഉപ്പയെയും വല്ലിപ്പയെയും കൂട്ടിപ്പിടിക്കാനുണ്ടാകണം. ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ സംസാരം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കണം. അതാണ് നമ്മുടെ ബാധ്യത. അത് ഉപ്പയോടും വല്ലിപ്പയോടുമുള്ള ബാധ്യതയാണ്. പ്രായമേറെയായി നിങ്ങളുടെ കൂടെ ഉപ്പാപ്പയുള്ള മക്കളുണ്ടാകും എൻ്റെ സംസാരം കേൾക്കുന്നതിൽ. ഞാനവരോട് പറയുന്നു, ഇത് അവസരമാണ്, അവസരം. അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവരുടെ ഏകാന്തതയിൽ കൂട്ടാവുക, അവരുടെ ആവശ്യം നിർവഹിക്കാൻ മത്സരിക്കുക. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ട്, ഇമ്മാ യബ്ലുഗന്ന അൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവരൊരാളോ രണ്ടാളോ പ്രായമായി നിന്റെ അടുത്തുണ്ടെങ്കിൽ ഒരിക്കലും ഛേ എന്നവരോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരെ ഒരു കാരണവശാലും നിങ്ങൾ ആട്ടരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ ഉപയോഗപ്പെടുത്തുക. അവരുടെ മയ്യത്ത് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് മണ്ണിട്ട് മൂടിയാൽ അതിനവസരം കിട്ടൂല. ശ്രദ്ധിക്കണം. മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ്, മരണപ്പെടുന്നതിന് മുമ്പ് ആരെങ്കിലും പിതാവിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ തൃപ്തി തേടണം, അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, സലാസു ദഅവാത്തിൻ മുസ്തജാബത്തുൻ ലാ ശക്ക ഫീഹിൻ. 3 ദുആ ഒരു സംശയവുമില്ല ഉത്തരം കിട്ടും. അതിൽപ്പെട്ട ഒന്ന് ദഅവത്തുൽ വാലിദ്, ഉപ്പയുടെ പ്രാർത്ഥനയാണ്. വീഴ്ച വരുത്തിയ പ്രിയപ്പെട്ട മക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ. ഈ സംസാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആകട്ടെ. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാപ്പ് ചോദിക്കുക. തിരിച്ചു കിട്ടാത്ത വീട്ടാൻ പറ്റാത്ത ഒരു കടമായി ഒരിക്കലും ഉപ്പയുമായുള്ള ബന്ധം അവശേഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം വീട്ടിൽ നാട്ടിപ്പുറത്താക്കിയ ഉപ്പയെ അദ്ദേഹം വിളിച്ചത് യാ അബത്തി എന്ന, എൻ്റെ പൊന്നുപ്പ എന്ന്. തിരിച്ചു കിട്ടി. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പൊന്നാര മകൻ ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇസ്മായിൽ എന്ന കുഞ്ഞുമോൻ വിളിച്ചതും അതേ പേരായി, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ. തിരിച്ചു കിട്ടും. പക്ഷെ കൊടുക്കണം. അങ്ങനെ സ്നേഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുന്നതാകട്ടെ. ഉപ്പയെയും വല്ലിപ്പയെയും ഒക്കെ ഖബറടക്കിയ സുഹൃത്തുക്കളുണ്ട്, മക്കളുണ്ട്. അറിയണം, ബാധ്യത തീർന്നിട്ടില്ല. അവരുടെ ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കണം. നിങ്ങളുടെ നമസ്കാരങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടാകണം.
അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണം. അവരുടെ നന്മകൾ നിങ്ങൾ എടുത്തു പറയണം. അവർക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടണം. വല്ല വസിയത്തും ചെയ്തിട്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കണം. അവരുടെ കുടുംബ ബന്ധം ചേർക്കണം. അവരുടെ സ്നേഹിതന്മാരെ ബഹുമാനിക്കണം. 9 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന അബറൽ ബിർരി അൻ യസില അർറജുലു അഹ്ല ബുദ്ധി അബീഹി. ഏറ്റവും വലിയ നന്മ ഉപ്പയുടെ ഇഷ്ടക്കാരുമായി ബന്ധം നിലനിർത്തലാണ് എന്ന്. സഹോദരങ്ങളെ, ഇപ്രകാരം ജീവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് നല്ല മക്കളെ കിട്ടും, നല്ല പേരക്കുട്ടികളെ കിട്ടും, സൗഭാഗ്യമുള്ള ജീവിതം കിട്ടും, ബർക്കത്ത് കിട്ടും. അള്ളാഹു ആ ബർക്കത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്വാജിഹി الطاهرات أمهات المؤمنين وصحبه الغر الميامين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين. اللهم اغفر لنا تقصيرنا في حق آبائنا وارزقنا برهم أحياء وأمواتا. اللهم اغفر لآبائنا، اللهم اغفر لآبائنا، اللهم اغفر لآبائنا وارحمهم كما ربونا صغارا وجزهم عنا خير الجزاء، وجزهم عنا خير الجزاء. اللهم من كان أبوه حيا فمتعه بالصحة والعافية وأقر عينه بصلاح ذريته، ومن كان أبوه ميتا فوسع مدخله ونفر قبره وارفع في المهديين درجته. اللهم اجعلنا قرة عين لهم ووفق أبناءنا لبرنا يا رب العالمين. اللهم هذه أيام العشر، عشر ذي الحجة قد أقبلت، وهي خير أيام الدنيا والعمل الصالح أحب إليك مما سواه. أعنا فيها على الصيام والذكر والطاعات، ووفقنا للبر والصدقات عنا وعن والدينا يا رب الأرض رب السماوات والأرض. اللهم احفظ دولة الإمارات من كل الجهات. اللهم إنا نستودعك قيادتها وأهلها ومن يعيش على أرضها. اللهم احفظ قواتنا المسلحة وأيدها ووفقها وسددها وانصرها. اللهم اجز جنودنا البواسل خير الجزاء وأوفره وأعظم الثواب وأكرمه، وقو بأسهم وسدد رميهم وانصرهم على عدوك وعدوهم يا رب العالمين. اللهم عليك بالمعتدين الذين يفسدون في الأرض ولا يصلحون. اللهم احفظ الشيخ محمد بن زايد رئيس الدولة وكن له عونا وسندا وهاديا، وبارك في عمره وعمله. اللهم وفقه ونوابه ولي عهده الأمين الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات جميعا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الذين انتقلوا إلى رحمتك يا رب العالمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين.